നമുക്ക് അലീനയുടെയും മനുഷ്യങ്ങളുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ? അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ. ഇന്നലെ വൈകുന്നേരം പ്രമോ വിശേഷങ്ങളൊന്നും ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എന്താണെങ്കിലും ഇന്ന് മുതൽ കൃത്യസമയത്ത് തന്നെ വീഡിയോസൊക്കെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യാവേ. അങ്ങനെ നമ്മൾ ഒടുവിൽ കാണുന്ന അലീന ബാലേന്ദ്രനോട് കാര്യങ്ങൾ പറയാണ്. രോഹിത് ഇന്ന് കോളേജിൽ പോയിട്ടില്ല എന്നാ തോന്നിയത്. അത് കേട്ടുകഴിഞ്ഞപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഞാനേ ബ്രാഞ്ച് മാനേജറെ ഒന്ന് വിളിച്ചു നോക്കട്ടെ, ചിലപ്പോൾ അയാളോട് ചോദിച്ച കാര്യങ്ങളൊക്കെ അറിയാൻ കഴിഞ്ഞിരിക്കും. അല്ലച്ചാ അതെങ്ങനെയാ? അതോ അയാളുടെ മോനാ കോളേജിൽ പഠിക്കണേന്ന് പറഞ്ഞു, അവൻ്റെ ക്ലാസ്സിലാണ്, രോഹിയുടെ ക്ലാസ്സിലാന്ന് പറഞ്ഞു. ഒടുവിൽ അയാളെ വിളിക്കുകയാണ്. അയാളെ വിളിച്ചിട്ട് ബാലേന്ദ്രൻ പറഞ്ഞു, അല്ല തൻ്റെ മോനില്ലേന്ന് ചോദിക്കണം. ഉണ്ട്, അവനെ ഒന്ന് വിളിക്കാവോന്ന് ചോദിച്ചു. അങ്ങനെ അവനെ വിളിച്ച് അവൻ്റെ ഫോൺ കൊടുക്കുകയാണ്. ബാലേന്ദ്രൻ കാര്യങ്ങൾ ചോദിക്കുകയാണ്. ഇന്ന് രോഹിത് ക്ലാസ്സിൽ വന്നിട്ടുണ്ടായിരുന്നോന്ന്. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അവൻ പറഞ്ഞു, രോഹിത് ഇന്ന് ക്ലാസ്സിൽ വന്നിട്ടില്ല, അവൻ ഇടയ്ക്കിടയ്ക്ക് ക്ലാസ്സിൽ വരാറില്ലെന്ന് പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ബാലേന്ദ്രൻ ശരിക്കും ഒന്ന് ഞെട്ടി. അല്ല എന്താ അങ്കിൾ അങ്ങനെ ചോദിച്ചതെന്ന് ചോദിച്ചു. ഒന്നുമില്ല, ഇന്നവന് ക്ലാസ്സിൽ വന്നോ എന്നൊരു ഡൗട്ട്, അവൻ ഹോസ്പിറ്റലിലേക്ക് പോയെന്നറിയാൻ വേണ്ടിയിട്ട് വിളിച്ചാ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് കട്ട് ചെയ്തു. ആ സമയത്ത് അലീന ചോദിച്ചു, എന്താച്ചാ കാര്യം? അവന് പോയിട്ടില്ലെന്ന്, ഇന്ന് കോളേജിൽ എത്തിയിട്ടില്ലെന്ന്. നിന്റെ നിഗമനം ശരിയായിരുന്നു. അല്ല നിനക്ക് എന്താ അങ്ങനെ തോന്നാൻ കാരണം എന്താന്ന് ചോദിച്ചു. അല്ല അത് പിന്നെ അച്ഛാ, ബാലേന്ദ്രൻ പറഞ്ഞു, ഞാനവനൊന്ന് കണ്ടിട്ട് വരട്ടെ എന്ന് പറയണം. അച്ഛാ അവനോട് ദേഷ്യപ്പെടാനൊന്നും പോവരുത്, കാര്യങ്ങളൊക്കെ അവനെ പറഞ്ഞ് മനസ്സിലാക്കിയാൽ മതി. അത് ഞാൻ തീരുമാനിക്കുക എന്ത് ചെയ്യണമെന്ന്. ബാലേന്ദ്രന് നല്ല ദേഷ്യമായിരുന്നു. ഇത്രയും പൈസയും മുടക്കി അവനെ എഞ്ചിനീയറിങ്ങിന് വിട്ടിട്ട് അവനെ തോന്നിയാസം നടക്കുന്നു. സഹിക്കാൻ പറ്റുന്ന കാര്യമാണോ ഏതെങ്കിലും അച്ഛന്? അങ്ങനെ ഒരു ബാലേന്ദ്രൻ നേരെ രോഹിത്തിന്റെ മുറിയിലേക്ക് ചെല്ലുവാണ്. ഈ സമയത്ത് രോഹിത് ഭ്രാന്ത് പിടിച്ചൊരവസ്ഥയിലാണ്. രോഹിത്തിന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ബിയറൊക്കെ കുടിച്ച് തലയ്ക്ക് പിടിച്ചിട്ടുണ്ടായിരുന്നു. വല്ലാത്തൊരു ഭ്രാന്തമായ അവസ്ഥയിലായിരുന്നു. മുമ്പ് അലീനെ ഹരിശങ്കർ അന്ന് ആ പ്രശ്നമായിട്ടുള്ള സമയത്ത് രോഹിത്തിന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു വിഭ്രാന്തി ഉണ്ടായിട്ടുണ്ടായിരുന്നു. ആകെപ്പാടെ തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുന്ന അവസ്ഥ, അതേ ഒരു അവസ്ഥയായിരുന്നു രോഹിത്തിനുണ്ടായിരുന്നത്. രോഹിത്ത് ഇങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. രോഹിത്ത് വലിയൊരു കാട്ടിക്കൂടെ ഇങ്ങനെ ഓടുകയാണ്. ഓടുന്ന സമയത്ത് ശരണ്യ തന്നെ പിന്നാലെ വരുന്നത്. ഒടുവിൽ ശരണ്യയുടെ മുന്നിൽ പോയി നിൽക്കുന്നത്. കാരണം ഹരിശങ്കർ ചെയ്ത ക്രൂരത രോഹിത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന. രോഹിത്തിന് കിളി വാറിപ്പോയായിരുന്നു അത് കണ്ടു കഴിഞ്ഞപ്പം. ഒരിക്കലും ഒരു പെൺകുട്ടിയോട് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെയാണ് ഹരിശങ്കർ ചെയ്തത്. ആ സമയത്തും ശരണ്യയുടെ കരച്ചില്, വേണ്ട ഹരിയേട്ടാന്നൊക്കെ പറയണതൊക്കെ, അതൊക്കെ രോഹിത്തിന്റെ മനസ്സിൽ വല്ലാതെ പ്രകമ്പനം കൊള്ളിച്ചു. കാരണം രോഹിത്തിന് ഒരു പെങ്ങളുണ്ടല്ലോ, അതുകൊണ്ട് അവന്റെ മനസ്സിൽ അത് വല്ലാതെ ഒലച്ചൊരു കാര്യമാണ്. ശരിക്കും പറഞ്ഞാൽ ഹരിശങ്കറാണ് അവനെ പിടിച്ചുകൊണ്ട് പോയി ഈ കുടുക്കിലേക്ക് തള്ളിയിടുന്നത് പോലും. രോഹിത്തിന് എന്തോ ഒരു വല്ലാത്തൊരു കുറ്റബോധം തോന്നി. താൻ അവളോട് തെറ്റ് ചെയ്യുന്നൊരു തോന്നൽ വന്നു കഴിഞ്ഞപ്പോഴത്തേനും രോഹിത്തിന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. കണ്ണൊന്നും അടയ്ക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോഴാണ് കതികെ മുട്ടുന്ന ശബ്ദം കേട്ടെ. രോഹിത്ത് പേടിച്ചുപോയി. ആരായിരിക്കും എന്നോർത്ത് രോഹിത്ത് ഒരു നിമിഷം ഒന്ന് അന്തം വിട്ട് അവിടെ ഇരിക്കുകയാണ്. ഈ സമയം ബാലേന്ദ്രൻ വീണ്ടും മുട്ടുവാണ്. രോഹിത്ത് തുറന്നില്ല. എടാ തുറക്കട, ഇത് ഞാനാന്ന് പറയണം. നീ എവിടെ എന്തെടുക്കുക? കഥ തുറക്കാൻ പറഞ്ഞു. അച്ഛനാണോ? രോഹിത്തിന് ആ പട വെപ്രാളം. എന്തിനായിരിക്കും? ഇനിയിപ്പോൾ കാര്യങ്ങൾ എന്തെങ്കിലും അറിഞ്ഞിട്ട് വന്നാണോ? രോഹിത്തിന് എന്ത് ചെയ്യണമെന്നറിയില്ല. കഥ തുറക്കാതെ എന്താ പ്രശ്നമാവും. ഒടുവിൽ രോഹിത്ത് പോയി കഥ തുറന്നു. ബാലേന്ദ്രൻ്റെ അടിമുടി രോഹിത്തിനെ ഒന്ന് നോക്കി. എന്നിട്ട് ചോദിച്ചു, നീ ഇന്ന് കോളേജിൽ പോയില്ലേന്ന് ചോദിച്ചു. പോയായിരുന്നു. സത്യം പറഞ്ഞോ? അതാ നിനക്ക് നല്ലത്. പോയച്ചാന്ന് പറയണോ? ഓഹോ അങ്ങനെയാണോ? നീ പോയായിരുന്നില്ലേ? ഒരു കാര്യം ചെയ്യാം, നാളെ നീ കോളേജിൽ പോകുന്ന സമയത്ത് നിൻ്റെ കൂടെ ഞാനും കൂടെ വരാം. നിന്റെ ടീച്ചേഴ്സിനെ എനിക്കൊന്ന് കാണണം. നീ കോളേജിൽ ചെന്നിട്ടുണ്ടോ ഇല്ലോ എന്ന് എനിക്ക് അറിയണം. ഇത് കേട്ടപ്പോൾ രോഹിത്തൊന്നും മിണ്ടിയില്ല. എന്താടാ നിനക്ക് വായിക്കാൻ നാവില്ലേന്ന് ചോദിച്ചു. ഇപ്പം സത്യം പറയുന്നത് നിനക്ക് നല്ലത്. നീ കോളേജിൽ പോയോ ഇല്ലയോ? ഒടുവിൽ രോഹിത്ത് പറഞ്ഞു, പോയില്ല എന്ന് പറയാം. അത് കേട്ടപ്പോൾ ബാലേന്ദ്രൻ ദേഷ്യമായി. ബാലേന്ദ്രൻ അവനെ അടിമുടിയും നോക്കി. എന്നിട്ട് ചോദിച്ചു, നീ മദ്യവെച്ചിട്ടുണ്ടോയെന്ന് ചോദിച്ചു. അത് പിന്നെ ഓഹോ അപ്പം നീ വീണ്ടും തുടങ്ങിയില്ലേ? അപ്പം ഇന്നലെ നീ എന്താ പറഞ്ഞത്? ഞാൻ മദ്യപിക്കാറൊന്നും ഇല്ലെന്ന്. ഇപ്പം നീ മദ്യപിച്ച് ആടിയാണല്ലോ നിൽക്കുന്നത്. ബാലേന്ദ്രൻ്റെ ആ പടം സമനിലേറ്റെന്ന് പോലെ തോന്നി. ബാലേന്ദ്രൻ പെട്ടെന്ന് രോഹിത്തിനെ അടിക്കാനായിട്ട് അങ്ങ് തുടങ്ങുകയാണ്. അപ്പോഴേക്കാണ് അലീനെ ഓടിക്കയറി അങ്ങോട്ട് വരുന്നത്. അലീന വന്നിട്ട് പറഞ്ഞു, അച്ഛനിത് എന്താ കാണിക്കുന്നത്? വീടച്ചാന്നൊക്കെ പറയണം. ഇതങ്ങനെ വിട്ടിട്ട് കാര്യമില്ല മോളെ. ഈ കണ്ടില്ലേ ഇവൻ ആടിയാടി നിൽക്കുന്ന കണ്ടില്ലേ? ഇവന് നാണം ഉണ്ടോ ഇങ്ങനെ നിൽക്കാനായിട്ട്? 10-21 വയസ്സായതേ ഉള്ളൂ. അപ്പം തന്നെ ഇവൻ്റെ അഹങ്കാരം കണ്ടോ? ഇവനെല്ലാം തികഞ്ഞൊരു ഭാവ. ഇവനെ കോളേജിലേക്ക് പഠിപ്പിക്കാൻ വിടുന്ന ഇതിനാണോ മോളെ? അച്ഛൻ ഇങ്ങോട്ട് വന്നേ, ഞാൻ കാര്യങ്ങളൊക്കെ സംസാരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വിധത്തിൽ അലീന ബാലേന്ദ്രനെ അവിടുന്ന് വിളിച്ചിറക്കൊണ്ട് വന്നേ. പ്രശ്നം ഉണ്ടാക്കരുത്. ഈ സമയത്ത് അവനോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അവൻ്റെ തലയിലേക്കൊന്നും കയറില്ല. സ്വബോധമുള്ള സമയത്ത് അച്ഛൻ അവനെ ഒന്ന് വിളിച്ച് ഉപദേശിച്ചാൽ മതി എന്ന് പറഞ്ഞു. എന്നാലും മോളെ അച്ഛനോടേക്ക് ഞാൻ ചോദിക്കാം അവനോട് കാര്യങ്ങളൊക്കെ. അച്ഛൻ പോയി ചോദിച്ച് വെറുതെ പ്രശ്നം ഉണ്ടാക്കണ്ടെന്നൊക്കെ പറഞ്ഞു.
ബാലേന്ദ്രൻ പറഞ്ഞു ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല മോളെ, വെറുതെ വിട്ടാൽ ശരിയാകത്തില്ലെന്ന് പറഞ്ഞു. അലീന പറഞ്ഞു ഞാൻ പോയി ചോദിക്കാച്ചാന്നൊക്കെ പറഞ്ഞിട്ട് അലീന നേരെ രോഹത്തിൻ്റെ അടുത്തേക്ക് പോവാണ്. ആ സമയത്ത് ശരണ്യ വല്ലാതൊരു ബോധം കെട്ട അവസ്ഥയിലായിരുന്നു. ശരണ്യ ആദ്യം ഹരിശങ്കർ മിസ്യൂസ് ചെയ്തു. പിന്നെ അതിനുശേഷം ഹരിശങ്കറുടെ കൂട്ടുകാരന്മാരുണ്ടെന്ന് നരനും ജോമോനും ഒക്കെ ഉണ്ടായിരുന്നു. അവന്മാരെല്ലാം കൂടെ മിസ്യൂസ് ചെയ്യുവാണ്. ഈ സമയത്ത് ശരണ്യക്ക് ബോധം ഉണ്ടായിരുന്നില്ല. അബോധാവസ്ഥ പോലൊരു ഇതിലേക്ക് ശരണ്യ പോയിട്ടുണ്ടായിരുന്നു. പക്ഷേങ്കിൽ ഹരിശങ്കറും കൂട്ടും അതൊന്നും കാര്യമാക്കുന്നുണ്ടായിരുന്നില്ല. രോഹിത് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോന്നിട്ടുണ്ടായിരുന്നു. അവന്മാർ എന്ത് ചെയ്തു, മാറി മാറി മിസ്യൂസ് ചെയ്യണം. ശരണ്യയുടെ അവസ്ഥ വളരെ പരിതാപകരമായി പോയി. ശരണ്യ മരിക്കാറായ ഒരു അവസ്ഥയിലേക്ക് പോവാണ്. കാരണം കൊച്ചുകുട്ടിയാണ്. അവൾക്ക് ഹരിശങ്കറിന് അത്ര വിശ്വാസം ഉള്ളതുകൊണ്ട് മാത്രമാണ് ഹരിശങ്കറോടൊപ്പം പോയത്. പക്ഷേങ്കിൽ ഹരി ഇങ്ങനൊരു പരിപാടി കാണിക്കുന്നുള്ള കാര്യം ഒരിക്കലും അവൾക്ക് അറിയത്തുണ്ടായിരുന്നില്ല. ഒടുവിൽ അവൾക്ക് ബോധം പോലും ഇല്ലാതെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഹരിശങ്കർ അടുത്ത് നിന്ന് കൂട്ടുകാരൻ പറഞ്ഞു എടാ അവൾക്ക് ബോധമില്ല, അവൾ അനങ്ങുന്നില്ലോ എന്നൊക്കെ പറയാണ്. അനങ്ങുന്നില്ലെന്നോ? അതെ. എടാ എന്തേലും സംഭവിക്കുക പേടിയുണ്ടെന്നൊക്കെ പറയണേ. എന്ത് സംഭവിക്കാനോ? ഒന്നും സംഭവിക്കത്തില്ല എന്ന് പറഞ്ഞു. ഹരിയൊക്കെ മദ്യലഹരിയിലായിരുന്നു. ആ ഒരു മദ്യലഹരിയിലായതുകൊണ്ട് അവൻ അതിനെക്കുറിച്ച് ചിന്തിച്ചത് പോലുമില്ല. എന്ത് സംഭവിക്കാനോ എന്നൊരു ചിന്തയായിരുന്നു. ആ സമയം അലീന രോഹിത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നത്. അങ്ങനെ രോഹിത്തിൻ്റെ അടുത്ത് നിന്നിട്ട് രോഹിത്തിനോട് ചോദിച്ചു, രോഹിത്തെ നീ ഇന്ന് കോളേജിൽ പോയില്ലായിരുന്നല്ലേ എന്ന് ചോദിച്ചു. ഞാൻ പോയില്ല എന്നൊക്കെ നീ എന്തിനാ അറിയണേ എന്ന് ചോദിച്ചുകൊണ്ട് അലീനയോട് ദേഷ്യപ്പെടുകയാണ്. ആ സമയത്ത് അലീന പറഞ്ഞു, രോഹിത്തെ സത്യം പറ, നീ ഇന്ന് എങ്ങോട്ടായി പോയത്? എന്തോ സംഭവിച്ചിട്ടുണ്ട് എനിക്കറിയാം. രാവിലെ നിന്റെ ഇവിടുന്ന് പോക്ക് അത്ര ശരിയായി പോക്കല്ലായിരുന്നു. വൈകുന്നേരം നീ തിരിച്ചു കയറി വന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് നിന്നോട് ചോദിക്കുന്നത്. നീ എവിടെ പോയി എന്ത് ചെയ്യുന്നൊക്കെ ചോദിക്കാം. അതൊക്കെ ചോദിക്കാൻ നീ ആരടിന്ന് ചോദിച്ചു. ഞാൻ ആരാന്ന് നിനക്ക് ഇപ്പം മനസ്സിലായില്ലെങ്കിലും കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും. പക്ഷേ നീ ചോദിച്ചാലുള്ള ഉത്തരം പറ. എനിക്ക് നിന്റെ മട്ടും ഭാവമോ കണ്ടിട്ട് നീ എന്തോ വലിയൊരു അപകടത്തിൽ ചെന്ന് ചാടിയതുപോലെ തോന്നുന്നുണ്ട്. സത്യം പറയാനൊക്കെ പറഞ്ഞു. ആ സമയത്ത് രോഹിത് പറഞ്ഞു, അതൊന്നും പറയാൻ എനിക്ക് സൗകര്യമില്ലെന്ന് പറയാം. വേണ്ട, സൗകര്യപ്പെടണ്ട. പക്ഷെ നീ ഏതെങ്കിലും കുഴപ്പത്തിൽ ചെന്ന് ചാടിയിട്ടുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഇവിടെ എല്ലാവരും അറിയും. നിന്നെ അന്വേഷിച്ച് പോലീസ് ഇങ്ങോട്ടേക്ക് വരും. പോലീസ് വന്ന് നിന്നെ പിടികൂടുമെന്ന് പറയണം. അത് കേട്ടപ്പോൾ രോഹിത്തിന് വല്ലാത്തൊരു ഞെട്ടലായി. അധികം വൈകാതെ സംഭവിക്കും. അതിനകത്ത് നിനക്ക് ഒളിച്ചോടാൻ പറ്റത്തില്ല. നീ എന്തേലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിന്നെ പോലീസ് അന്വേഷിച്ച് വരും. നിന്റെ മുഖത്തെ വെപ്രാളം വിറയിലോ കണ്ട് എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട്. ഹരിയുടെ കൂടെയാണ് നിന്റെ കൂട്ടെങ്കിൽ അവനോടൊപ്പം നീ പോയിട്ടുണ്ടെങ്കിൽ അങ്ങനെ എന്തേലും സംഭവിക്കും രോഹിത്തെ. ഞാൻ പറഞ്ഞൊരു മാറ്റം ഉണ്ടാകത്തില്ല. സത്യങ്ങളൊക്കെ തുറന്നു പറയുകയാണെങ്കിൽ നിനക്ക് രക്ഷപ്പെടാൻ പറ്റുമെന്ന് പറഞ്ഞു. പക്ഷേങ്കിൽ രോഹിത്തൊന്നും പറയാൻ കൂട്ടാക്കില്ല. രോഹിത്തിന് ഭയങ്കര ടെൻഷനായിരുന്നു. ഒടുവിൽ രോഹിത്ത് കഥയൊക്കെ വലിച്ചടയ്ക്കുകയാണ്. അതിനുശേഷം മുറിയിലിരുന്ന് ആലോചിക്കുക. രോഹിത്തിന്റെ മനസ്സിലേക്ക് പെട്ടെന്ന് ചില ചിന്തകളൊക്കെ വരുവാണ്. ദൈവമേ, ഇനിയിപ്പോൾ അവള് പറഞ്ഞ പോലെ എന്തെങ്കിലും സംഭവിക്കുവോ? തന്നെ അന്വേഷിച്ച് പോലീസ് ഇങ്ങോട്ടേക്ക് വരുവോ? കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഒരു പോലീസ് വണ്ടി നെടുമ്പരിക്കൽ വീണ്ടും മുറ്റത്തേക്ക് വന്ന് നിൽക്കുകയാണ്. അപ്പം അതിനകത്തുനിന്ന് കുറച്ച് പോലീസുകാരും കൂടെ പുറത്തേക്ക് ഇറങ്ങുവാണ്. ബാലേന്ദ്രനൊക്കെ അങ്ങോട്ട് ഇറങ്ങിച്ചെന്ന്. എന്താ കാര്യം എന്നറിയില്ലോ. ബാലേന്ദ്രൻ ചോദിച്ചു, എന്താ സാറേ, എന്താ കാര്യം എന്താന്ന് ചോദിച്ചു. അല്ല, നിങ്ങളുടെ മകൻ ഇവിടെ ഇല്ലേന്ന് ചോദിച്ചു. മകനോ? അല്ല, രോഹിത് ഇവിടെ ഇല്ലേന്ന്. ഉണ്ട് സാറേ. എന്താ? അവൻ ഇങ്ങോട്ട് വിളിക്കാൻ പറയണേ. എന്താ സാർ കാര്യമൊക്കെ പറഞ്ഞോളാം. അല്ലേ വേണ്ട, പോയി സെർച്ച് ചെയ്യണം അവൻ എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞു. അപ്പോഴേക്കും കുറച്ച് കോൺസ്റ്റബിൾമാർ അകത്തേക്ക് അവനെ നോക്കാനായിട്ട് അങ്ങോട്ട് കയറി പോകണം. ആ സമയം ബാലേന്ദ്രൻ ചോദിച്ചു, എന്താ സാറേ, കാര്യം എന്താന്ന് ചോദിച്ചു. കാര്യം എന്താന്നൊക്കെ പറയാന്ന് പറയണം. ഇവന്റെ കൂട്ടുകാരൻ ചേർന്ന് ചെയ്ത് എന്താണെന്നറിയോ? ഒരു പെൺകുട്ടി മരിക്കാറായി കിടക്കുക. അവളെ റേപ്പ് ചെയ്ത് കൊല്ലാൻ വേണ്ടി ശ്രമിച്ചിരിക്കുക. അതിന്റെ പേരില ഇവനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നാന്ന് പറയണം. അത് കേട്ടപ്പോൾ ബാലേന്ദ്രൻ ഞെട്ടിപ്പോയി. ആ സമയം രോഹിത്ത് പോലീസുകാർ വന്നൊക്കെ അറിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. പക്ഷെ പോലീസുകാർ വിട്ടില്ല. അവന്റെ പിന്നാലെ ചെന്ന് അവനെ പിടികൂടുകയാണ്. അവനെ പിടികൂടി അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവാണ്. ബാലേന്ദ്രൻ തകർന്നു പോയി. കാരണം ഈ ചെറുപ്രായത്തിൽ തൻ്റെ മകന് പീഡന ശ്രമത്തിലകത്തായെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സമൂഹത്തിൽ നല്ല നിലയിൽ താമസിക്കുന്ന വീട്ടിലെ ചെറങ്കൊച്ച് ഇതറിഞ്ഞിട്ടുണ്ടെന്ന ആളെ എന്തായിരിക്കും അവൻ്റെ ജീവിതം. പിന്നെ പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്ന കാര്യമാണോ? അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോൾ ഭയങ്കര ടെൻഷനായിരുന്നു. ഒടുവിൽ ബാലേന്ദ്രന് വീണ്ടും അറ്റാക്ക് വരുവാണ്. അലീന ബാലേന്ദ്രനെ ചേർത്ത് പിടിക്കുകയാണ്, അലീനയും കൃഷ്ണമ്പോളും കൂടെ. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണുന്നത്. ഒരുപക്ഷെ ഇത് രോഗത്തിൻ്റെ ഓർമ്മയായിരിക്കും ഇനിയിപ്പോൾ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന്. അലീനയുടെ സത്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഇനിയിപ്പോൾ പോലീസുകാർ സത്യങ്ങളൊക്കെ അറിയുവാണെങ്കിൽ സംഭവിക്കാൻ പോകുന്ന ഇതായിരിക്കും എന്നൊരു ചിന്ത അവൻ്റെ മനസ്സിലേക്കുണ്ട്. ചിലപ്പോൾ അതായിരിക്കും. എന്താണെങ്കിലും ഇത് സംഭവിക്കാൻ പോകും ഇനി. ഇപ്പോൾ അവനത് സ്വപ്നമായിട്ട് കണ്ടതാണെങ്കിലും അവൻ്റെ ഒന്ന് ആലോചിച്ചപ്പോൾ ഓർത്താണെങ്കിലും ഇനി നടക്കാൻ പോകുന്ന കാര്യങ്ങൾ അതാണ്. കാരണം ശരീരത്തിലേക്ക് എന്തെങ്കിലും ദുരന്തം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന രോഹിത്തൊക്കെ
പോലീസ് പിടിയിലാകുക തന്നെ ചെയ്യും. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് കാണുന്നത് കേട്ടോ. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.